ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്കാവണം. നമ്മള് നമ്മുടെ അയൽവാസിയിലേക്ക് നോക്കും. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ അയൽവാസിക്കുണ്ടെങ്കിൽ നമ്മളപ്പോ അവരെ കുറ്റപ്പെടുത്താൻ തോന്നും, അല്ലെങ്കിൽ അവരോട് അസൂയ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരും. എനിക്കല്ലാഹു അത് തന്നില്ലല്ലോ, തരാത്തതിനെ കുറിച്ച് പരാതി പറയുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പകരം കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മളെക്കാൾ മുകളിലുള്ള, നമ്മളെക്കാൾ പൈസയുള്ള, നമ്മളെക്കാൾ ആസ്തിയുള്ള, നമ്മളെക്കാൾ സൗകര്യങ്ങളുള്ള ഇടങ്ങളിലേക്ക് നോക്കി നമ്മൾ ആവലാതിപ്പെടുകയാണ്. അതുകൊണ്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവര്? ജീവിതത്തിലെ മനസ്സമാധാനം അതുകൊണ്ട് തകർന്നു പോകുമെന്നല്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ ആ ജീവിതത്തിന് കിട്ടുന്ന ഒരു സുഖമൊന്നും ഒരു പണക്കാരന്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. എന്നാൽ ഒരു സങ്കടം വന്നാലോ, ഒരു ചെറിയ തലവേദന വന്നാൽ, ഒരു പനി വന്നാൽ ഇപ്പൊ നമ്മൾ പറയാൻ തുടങ്ങും, 5 നേരം നിസ്കരിക്കാറുണ്ട്, റമളാനിൽ നോമ്പ് നോൽക്കാറുണ്ട്, സ്വതക്ക കൊടുക്കാറുണ്ട്, വാളിന്റെ മജ്ലിസിൽ പോയിരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ഈ രോഗം നീ തന്നല്ലോ അല്ലാ. ഒരു പനി വരുമ്പോഴേക്ക്, ഒരു ജലദോഷം വരുമ്പോഴേക്ക്, ചെറിയൊരു അപകടം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചു പോവുകയാണ്. മഹത്തുക്കൾ പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ മുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്ക്. RCCയിലേക്കൊന്ന് കടന്നു ചെല്ല്, ICUവിന്റെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു ചെല്ല്. അവിടെ ഒരുപാട് വേദനകൾ സഹിക്കുന്ന, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന രോഗികളെ കാണുമ്പോ, അവര് കിടന്ന് പിടപിടക്കുന്നത് കാണുമ്പോ നിന്റെ ഒരു പനി, ഒരു തലവേദന അത് നിസ്സാരമായി തോന്നും. അതുകൊണ്ടൊരു പ്രയാസം വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ നിന്നെക്കാൾ വലിയ പ്രയാസം സഹിക്കുന്നവരിലേക്ക് നോക്ക്. എന്നാൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ നിന്നെക്കാൾ താഴോട്ട് നോക്ക്, മുകളിലേക്ക് നോക്കിയിട്ട് ആവലാതി പറയലല്ല എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമ്മുടെ ജീവിതം ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചാൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അല്ലാതെ പൈസ ഉണ്ടാക്കിയത് കൊണ്ട്, കുറെ പണം സമ്പാദിച്ചത് കൊണ്ട് മാത്രം ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നത് അത് കേവലം തോന്നല് മാത്രമാണ്. നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. ഈ അടുത്ത് തന്നെ ഏറ്റവും വലിയ പണക്കാരൻ ഒരുപാട് വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ